ദഹാദിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആനന്ദ് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാണിക്കുന്നു. അവൻ എന്തോ ഒപ്പിക്കാനുള്ള വരവാണ്. അവൻ ഫോൺ ചെയ്യുന്നു എന്ന വ്യാജേന അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവിടെ ഒരാൾ ഒരു ഊന്നുവടിയുമായി സ്റ്റെപ്പുകൾ കയറുന്നുണ്ട്. അയാൾ പൂജാ സാധനങ്ങൾ വാങ്ങി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. ഈ സമയം ആനന്ദ് അങ്ങോട്ടേക്ക് ഓടിക്കയറി വരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അയാളുടെ ഊന്നുവടി തട്ടി താഴെയിടുന്നു. അവനത് എടുത്തു വെക്കാനെന്ന വ്യാജേന അത് കയ്യിലെടുത്ത് അതിലൊരു സ്വിച്ച് അമർത്തുന്നുണ്ട്. എന്നിട്ട് ആനന്ദ് അവിടെ നിന്ന് തൊഴുന്നത് പോലെയൊക്കെ കാണിച്ച് അവിടുന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ പോകുന്നു. അയാൾ തിരിച്ചു വരുന്നതും കാത്ത് അവനവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് പോയ അയാൾ തിരിച്ചു വരുന്നു. എന്നിട്ട് ആ ഊന്നുവടി കുത്തി സ്റ്റെപ്പുകൾ ഇറങ്ങാൻ നോക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് അതിന്റെ സ്വിച്ച് അമർത്തി വെച്ചിരുന്നതുകൊണ്ട് തന്നെ ആ ഊന്നുവടിയുടെ ബാലൻസ് തെറ്റി അയാൾ താഴേക്ക് ഉരുണ്ടു വീഴുന്നു. അവിടെയുള്ളവരൊക്കെ നിലവിളിക്കുന്നുണ്ട്. അയാൾക്ക് നല്ലപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട് സന്തോഷത്തോടെ ആനന്ദ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഈ സമയം അഞ്ജലി സിന്ധുവിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. അയാളെ ഫോൺ വിളിച്ച് തരാൻ അഞ്ജലി അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും അഞ്ജലി അയാളുടെ നമ്പർ നോട്ട് ചെയ്ത് അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ വന്ദന ടിവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ വേറേതോ ലോകത്താണ്. അവളുടെ മുഖത്ത് നല്ല സങ്കടം കാണാം. ഈ സമയം അങ്ങോട്ടേക്ക് കപിൽ ഉണർന്നു വരുന്നു. അവനും വല്ലാത്ത വിഷമത്തിലാണ്. അച്ഛൻ എന്തിയെന്ന് അവൻ ചോദിക്കുന്നു. അച്ഛൻ ഇന്ന് നേരത്തെ പോയല്ലോ എന്ന് വന്ദന അവനോട് പറയുന്നുണ്ട്. അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയതാണോ എന്ന് അവൻ അമ്മയോട് തിരക്കുന്നു. അവന് അന്ന് ആനന്ദ് പറഞ്ഞ ആ കാര്യം അല്ലാതെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അന്ന് കപിൽ ഫോൺ എടുത്തത് കൊണ്ട് ആനന്ദ് അവനോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഈ വീട് വിട്ട് പോകുമെന്ന്. അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും നിന്നെ വിട്ടു പോയില്ല എന്ന് വന്ദന അവനോട് പറയുന്നു. അഞ്ജലി വീണ്ടും സിന്ധുവിന്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. സിന്ധുവിന്റെ നെയ്ബർ അപ്പോഴാണ് അവളോട് ഒരു വിവരം പറയുന്നത്. സിന്ധുരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കണ്ടു. അഞ്ജലി അത് അന്വേഷിച്ച് അവിടുന്ന് പുറപ്പെടുന്നു. സിന്ധുരെ കൈമുറിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണല്ലോ. കൈലാഷിന്റെ വീട്. അവിടെ അവൻ വീണ്ടും അൽത്താഫിന്റെ ആ കേസിന് പുറകെ തന്നെയാണ്. അങ്ങോട്ടേക്ക് അവന്റെ ഭാര്യ വന്ന് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ സമയമുണ്ടാക്കി എന്റെ കൂടെ വരണമെന്ന് പറയുന്നു. പക്ഷെ അവൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് കേസ് അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കുന്നു. ഇത് അവൾക്ക് വല്ലാതെ വിഷമമാകുന്നു. അവൾ അവനോട് വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. വന്ദന പിന്നെയും ജോലിക്ക് പോയി തുടങ്ങി. അവിടെ ജയ്ക്ക് പകരം പുതിയൊരു സ്റ്റാഫ് ഒന്ന് ജോയിൻ ചെയ്യുന്നു. അവൻ വന്ന് അവളെ പരിചയപ്പെടുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമമാകുന്നു. ഈ സമയം കൈലാഷിന്റെ അടുത്ത് ജയ്ക്ക് ഷോക്കേറ്റ ആ ഹെയർ ഡ്രയറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ആ ഹെയർ ഡ്രയർ ആരും കേടുവരുത്തിയതാണെന്നാണ്. അത് ഉടൻ തന്നെ കൈലാഷ് ദേവിലാലിനെ കൊണ്ടുപോയി കാണിക്കുന്നു. ഇത് കൊലപാതകമാണെന്ന് അവർക്ക് പിടികിട്ടി. എന്തായാലും ഹോട്ടലിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ ദേവിലാൽ കൈലാഷിനോട് പറയുന്നു. ആർക്കെങ്കിലും ജയിനോട് പകയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. അത് പ്രകാരം പോലീസ് ആ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. കൈലാഷ് വന്ദനയെ ചോദ്യം ചെയ്യുന്നു. ജയനെ കുറിച്ച് കൈലാഷ് അവളോട് തിരക്കുന്നു. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നുവെന്ന് അവൾ പറയുന്നു. ആരോടും ഒച്ചയുയർത്തിയൊന്ന് സംസാരിക്കാറ് പോലുമില്ലായിരുന്നു. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വേദന വരുന്നത് നമുക്ക് കാണാം. അവൾ ജയനെ ജോലി സംബന്ധമായിട്ട് മാത്രം അറിയാവുന്ന പോലെയാണ് അവരോട് പറയുന്നത്. അതിനുശേഷം അവൾ പുറത്തിറങ്ങുന്നു. അവിടെ വേറെയും സ്റ്റാഫുകൾ പോലീസിനോട് സംസാരിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. അതിൽ അടുത്തയാൾ അകത്തേക്ക് ചെല്ലുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന സൂര്യ എന്ന് പറയുന്ന സ്റ്റാഫിനെ വന്ദന വിളിച്ച് മാറ്റി നിർത്തുന്നു. എന്നിട്ട് ജയ് എന്നോട് നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം നീ പോലീസിനോട് പറയരുത് എന്ന് പറയുന്നു. ഞാൻ മാരീഡ് ആണ്. ഇപ്പൊ പോലീസ് ഇത് അറിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയും. ഇപ്പൊ ജയ് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വലിയ പ്രശ്നത്തിലോട്ട് പോകും. ഞാനും ജയും തമ്മിലുള്ള ബന്ധം നീ പോലീസിനോട് പറയരുതെന്ന് വന്ദന അവനോട് അപേക്ഷിക്കുകയാണ്. അവനത് സമ്മതിക്കുന്നു. അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ സൂര്യ പോലീസിനോടൊന്നും പറയുന്നില്ല. പക്ഷേ കൈലാഷ് അവനോട് ജയുടെ ഇത് അപകടബന്ധമല്ല, ആരോ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. ജയും സൂര്യയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് വല്ലാത്ത ഷോക്കാവുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണമെന്ന് കൈലാഷ് അവനോട് പറയുന്നു. ആനന്ദ് വീഡിയോ കോൾ ചെയ്യുന്ന പെൺകുട്ടിയെ വീണ്ടും വിളിക്കുന്നു. അവളുമായി കുറച്ചു നേരം സംസാരിക്കുന്നു. അതിനുശേഷം അവൻ ആരതിയെ വിളിക്കുന്നു. എന്നിട്ട് നാളെ നമുക്ക് ഒളിച്ചോടണമെന്ന് പറയുന്നു. നാളെയോ എന്ന് ആരതി ചോദിക്കുന്നു. അതെ, നാളെ തന്നെ. ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ലെന്ന് അവൻ പറയുന്നു. എന്റെ വീട്ടുകാർ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എത്ര ദിവസമായി ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. അവരെങ്ങാനും എന്നെ കണ്ടുപിടിച്ചാൽ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കും. നമ്മുടെ വിവാഹം അതോടെ അവസാനിക്കും. പിന്നെ നീ നിന്റെ വീട്ടിലിരിക്കും, ഞാൻ എന്റെ വീട്ടിലും. നിനക്ക് എന്നെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവൾ അത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. എപ്പോഴാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങേണ്ടതെന്നും അവൾ ചോദിക്കുന്നു. ഞാൻ ജയ്പൂരിൽ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അഡ്രസ് ഞാൻ അയച്ചു തരാം. 8 മണിയാവുമ്പോൾ അങ്ങോട്ടേക്ക് എത്തണം. ഇരുട്ടിയ ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും അവൻ പറയുന്നു. അതെന്താ രാത്രിയിൽ നിന്ന് അവൾ ചോദിക്കുന്നു. എന്റെ വീട്ടുകാർ കാണാതെ വേണ്ടേ എനിക്ക് വരാൻ? എനിക്കതൊക്കെ സൂക്ഷിക്കണമെന്നും അവൻ പറയുന്നു. പിന്നെ വീട്ടുകാർക്ക് വേണ്ടി ഒരു എഴുത്ത് നീ എഴുതി വെക്കണം, അല്ലെങ്കിൽ നിന്നെ ഓർത്ത് അവർ വിഷമിക്കും. എന്നിട്ട് അവന്റെ എല്ലാ ഇരകളോടും പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ സന്തോഷവും ഞാൻ നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നു വെക്കുമെന്നൊക്കെ അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഈ സമയം അഞ്ജലി അവിടെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ അന്വേഷിച്ചിട്ടും സിന്ധുരെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
അവസാനം ഒരു ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നു. പക്ഷെ സിന്ദൂര ഐസിയുലാണ്. അവളെ കാണാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറയുന്നു. എന്താ അവൾക്ക് പറ്റിയതെന്ന് അഞ്ജലി ഡോക്ടറോട് ചോദിക്കുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. എപ്പോഴാണ് അവളോട് സംസാരിക്കാൻ കഴിയുക എന്ന് അവൾ ചോദിക്കുന്നു. കുറച്ച് ദിവസം തരാൻ ഡോക്ടർ പറയുന്നുണ്ട്. പൂർണ്ണമായും അപകടം നില തരണം ചെയ്തിട്ടില്ല, അതിനുശേഷം സംസാരിക്കാമെന്നും ഡോക്ടർ പറയുന്നു. സിന്ദൂരയുടെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നു. അയാൾ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അഞ്ജലി അവിടെ ചെന്ന് അയാളോട് സംസാരിക്കണമെന്ന് പറയുന്നു. സിന്ദൂരയുടെ ഹസ്ബൻഡിനോട് അഞ്ജലി കാര്യങ്ങൾ പറയുന്നു. ഞാൻ അവളെ കുറച്ച് ദിവസമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ സിന്ധുയുടെ ഹസ്ബൻഡിന് അതൊന്നും അറിയില്ലല്ലോ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് അഞ്ജലി അയാളോട് ചോദിക്കുന്നു. ഇല്ലെന്ന് അയാൾ പറയുന്നു. പെൺകുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് സാദിയ ഷേഖ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി സിന്ധുരയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെ അവൾ ആ കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് അത് തടയുന്നു. ഞങ്ങൾ ഒരുവിധം കഷ്ടപ്പെട്ടാണ് അവളെ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവളെ ചോദ്യം ചെയ്യാനാവില്ലെന്ന് ആ അച്ഛൻ പറയുന്നു. പക്ഷേ അവൾ സന്തോഷവതിയായിരുന്നെങ്കിൽ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കില്ലായിരുന്നല്ലോ എന്ന് അഞ്ജലി പറയുന്നു. ഇതെല്ലാം കേട്ട് സിന്ധുരയുടെ ഹസ്ബൻഡ് ആകെ അന്തമുണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒന്നും അറിയില്ലല്ലോ. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കാൻ പറഞ്ഞ് തന്റെ കാർഡ് സിന്ധുയുടെ ഹസ്ബൻഡിന് കൊടുത്ത് അവിടുന്ന് പോകുന്നു. സിന്ധുരയുടെ ഹസ്ബൻഡിനെ മാറ്റി നിർത്തി ആ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ. അവിടെ കൈലാഷ് കോളേജിൽ ആനന്ദിന് സൈനൈഡ് കിട്ടാൻ ഒരു വഴിയുമില്ല എന്ന് പറയുന്നു. പക്ഷേ കോളേജിൽ നിന്ന് ആനന്ദ് കൊടുത്ത ലീവ് ആപ്ലിക്കേഷൻസ് എല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത ഡേറ്റുമായി മാച്ചാണ്. അങ്ങനെ അതെങ്കിലും മാച്ച് ആയല്ലോ എന്ന് അഞ്ജലി പറയുന്നു. പക്ഷെ ഇതിന്റെ പേരിൽ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ പറ്റില്ല എന്ന് ദേവിലാൽ പറയുന്നു. ശക്തമായ തെളിവ് വേണം. ഒരു വലിയ ചോദ്യത്തിന് നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇത്രയധികം പെൺകുട്ടികളെ ആ സൈനൈഡ് കഴിക്കാൻ അയാൾ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്? അടുത്ത സീനിൽ സൂര്യ കൈലാഷിന്റെ കൂടെ തന്നെ ചോദ്യം ചെയ്ത കോൺസ്റ്റബിളിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. അവന് തന്റെ കൂട്ടുകാരന്റെ മരണത്തിൽ ഇപ്പോൾ വല്ലാത്ത സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പോലീസിനെ വിളിച്ച് ജയും വന്ദനയും തമ്മിൽ പ്രണയത്തിലായിരുന്ന കാര്യം പറയുന്നു. ആ കോൺസ്റ്റബിൾ ഉടൻ തന്നെ അത് കൈലാഷിനെ വിളിച്ച് പറയുന്നു. കൈലാഷ് അത് ഉടൻ തന്നെ അഞ്ജലിയോടും പറയുന്നു. താനിത് അവനോട് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞില്ലല്ലോ എന്നും കൈലാഷ് പറയുന്നു. എന്തായാലും അവർക്ക് വലിയൊരു ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. അഞ്ജലി ഉടൻ തന്നെ വന്ദനയെ അന്വേഷിച്ച് ഹോട്ടലിൽ എത്തുന്നു. ജയും വന്ദനയും തമ്മിൽ എങ്ങനത്തെ ബന്ധമായിരുന്നു എന്ന് അഞ്ജലി ചോദിക്കുന്നു. ഞങ്ങൾ 3 വർഷമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്, അതുകൊണ്ട് പരസ്പരം നല്ലോണം അറിയാമായിരുന്നു എന്ന് വന്ദന പറയുന്നു. അതിൽ കൂടുതൽ ഒന്നുമില്ലായിരുന്നു എന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. പക്ഷേ അഞ്ജലി തനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നു. ജയ്ക്ക് ആരെങ്കിലും ഇവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കും. ജയ് വളരെ നല്ല ആളായിരുന്നുവെന്നും അവൻ ആരും ശത്രുക്കളായി ഉണ്ടായിരുന്നില്ല എന്നും വന്ദന പറയുന്നു. അവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്ന് അവൾ പറയുന്നു. നിങ്ങൾ ഭർത്താവിനോ എന്ന് അഞ്ജലി ചോദിക്കുന്നു. ആനന്ദിനെ എന്തിനാ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്ന് വന്ദന ചോദിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളും ജയും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു എന്ന് അഞ്ജലി ചോദിക്കുന്നു. അവൾ അറിയാമായിരുന്നു എന്ന് സമ്മതിക്കുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞതെന്നും അവൾ പറയുന്നു. എപ്പോഴാണ് നിങ്ങളത് പറഞ്ഞതെന്ന് അഞ്ജലി ചോദിക്കുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് എന്തുണ്ടായി എന്ന് അവൾ വീണ്ടും ചോദിക്കുന്നു. എന്നിട്ടെന്താ ഒന്നും ഉണ്ടായില്ല എന്ന് വന്ദന പറയുന്നു. ദേഷ്യപ്പെടുകയോ ഒച്ച വെക്കുകയോ എങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് അഞ്ജലി ചോദിക്കുന്നു. കരയുമായിരുന്നു എന്ന് വന്ദന പറയുന്നു. ആനന്ദ് ഷോക്കിലായിരുന്നു എന്നും വന്ദന പറയുന്നു. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പുറത്തൊരു അഫയർ ഉണ്ടെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു. കുറച്ചു ദിവസത്തിന് ശേഷം ആ ആൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ എന്ന് അഞ്ജലി വന്ദനയോട് ചോദിക്കുന്നു. പക്ഷേ വന്ദന അവളോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു, അതിന്റെ പേരിൽ എന്റെ ഭർത്താവിനെ ഇതിൽ വലിച്ചെടുക്കരുതെന്ന് വന്ദന പറയുന്നു. ആനന്ദിന് ജയുടെ മരണമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്ന് വന്ദന പറയുന്നു. എന്നോട് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞ് അഞ്ജലി അവളുടെ കാർഡ് കൊടുത്ത് അവിടുന്ന് പോകുന്നു. രാത്രി ആനന്ദ് ശിവയുടെ വീട്ടിലെത്തിയെന്നാണ് കാണിച്ചിരിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു മദ്യക്കുപ്പിയുണ്ട്. നമ്മൾ കൂട്ടിയിട്ട് കുറച്ച് നാളായില്ലേ, ഇന്ന് നമുക്കൊന്ന് കൂടാമെന്ന് പറഞ്ഞ് ആനന്ദ് ശിവയുടെ വീട്ടിനകത്തേക്ക് വരുന്നു. അന്ന് അവിടെ ശിവയുടെ വൈഫില്ല. അപ്പോഴാണ് ശിവ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നത് ആനന്ദ് ഒരാളുടെ സ്റ്റിക്ക് ലൂസാക്കി സ്റ്റെപ്പിൽ നിന്ന് മറിച്ചിട്ടിരുന്നില്ലേ, അത് ശിവയുടെ വൈഫിന്റെ അച്ഛനായിരുന്നു. ശിവയുടെ വൈഫിനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ആനന്ദ് ഒപ്പിച്ച വഴിയാണിത്. ആ അച്ഛന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് ശിവയുടെ വൈഫ് അച്ഛനെ കാണാൻ പോയിരിക്കുകയാണ്. ആനന്ദിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് ശിവയെ കാണാനായി ഇവിടെ വന്നിരിക്കുന്നത്. അവരവിടെ നിന്ന് മദ്യപിക്കാൻ ആരംഭിച്ചു. ഈ സമയം ആനന്ദ് അച്ഛൻ തന്നെ വിളിച്ചുവെന്നും വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കുറച്ച് കാശ് ആവശ്യപ്പെട്ടുവെന്നും പറയുന്നു. ഇന്നലെ കൂടെ അച്ഛൻ എന്നെ വിളിച്ചതാണല്ലോ, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ശിവ അവനോട് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ 2-3 തവണ എന്നോട് ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് കുറച്ച് പണം കടം തരാമോ, ഞാനിപ്പോൾ വല്ലാത്ത ഞെരുക്കത്തിലാണെന്ന് ആനന്ദ് പറയുന്നു. അതിനെന്താ ചേട്ടാ, എന്തിനാ ചേട്ടൻ അപരിചിതനെ പോലെ സംസാരിക്കുന്നതെന്ന് ശിവ ചോദിക്കുന്നു. എത്ര രൂപയാണ് വേണ്ടതെന്നും ശിവ ചോദിക്കുന്നുണ്ട്. 2 ലക്ഷം വേണമെന്ന് ആനന്ദ് പറയുന്നു. 2 ലക്ഷമോ? അതിനധികം എന്തു പണിയാണ് അവിടെ ഉള്ളതെന്ന് ശിവ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് ശരിയാക്കാമെന്ന് അവൻ പറയുന്നു. നീ ഇപ്പൊ തന്നെ അത് തന്നാൽ നല്ലതായിരുന്നുവെന്ന് ആനന്ദ് പറയുന്നു. ഞാൻ അതുവഴി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ പൈസയുമായി അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇത്രയും കാശ് ഇപ്പോൾ വീട്ടിലില്ലല്ലോ എന്ന് ശിവ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ പോയി കടയിൽ നിന്ന് എടുത്തോണ്ട് വരാമെന്ന് ശിവ പറയുന്നു. ശിവയുടെ കട അവിടെ അടുത്ത് തന്നെയാണ്. അവൻ പൈസ എടുക്കാനായി കടയിലേക്ക് പോകുന്നു. ശിവ കടയിലേക്ക് പോയി തക്കം നോക്കി ആനന്ദ് ശിവയുടെ വീട്ടിലെ മുകളിലത്തെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ വലിപ്പിൽ നിന്ന് ശിവയുടെ അലമാരയുടെ താക്കോൽ ആനന്ദ് എടുക്കും. ശിവ എത്ര സമയം കൊണ്ട് തിരിച്ചു വരുമെന്ന് ആനന്ദിന് നല്ലപോലെ അറിയാം. അവിടെ ശിവയുടെ അലമാര തുറന്ന് അതിലെ ലോക്കറിൽ നിന്ന്
അവനൊരു കാറിന്റെ കീ എടുക്കുന്നു. അലമാര പൂട്ടി തിരിച്ച് താക്കോൽ വെച്ച് അവൻ വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ആ ഇരുന്നടുത്ത് തന്നെ പോയിരിക്കുന്നു. അപ്പോഴേക്കും ശിവ പൈസയുമായി തിരിച്ചെത്തി. എന്നിട്ട് ആ പൈസ ആനന്ദിന് കൊടുക്കുന്നു. ശിവയ്ക്ക് നാളെ രാവിലെ ഫാക്ടറിയിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് കുടിക്കുന്നില്ല. പക്ഷേ ആനന്ദ് ഒരു പെഗും കൂടെ ഒഴിക്കാൻ അവനോട് പറയുന്നു. എന്നിട്ട് താനിത് ഇവിടെ നിന്ന് കുടിച്ചോളാമെന്നും നീ പോയി കിടന്നോളാനും പറയുന്നു. ഞാനിത് കഴിയുമ്പോൾ തിരിച്ചു പോകാമെന്നും ആനന്ദ് അവനോട് പറയും. ശിവ ഉറങ്ങാനായി മുകളിലേക്ക് പോകും. ഞാൻ ഈ കുപ്പി ഇവിടെ വെച്ചോളാമെന്നും നിന്റെ വൈഫ് ഇവിടെ ഇല്ലല്ലോ, നീ നാളെ കുടിച്ചോളാനും ആനന്ദ് പറയുന്നു. ശിവ മുകളിലേക്ക് പോയി. ഈ സമയം ആനന്ദ് അവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു മരുന്നെടുത്ത് ആ കുപ്പിയിലിടുന്നു. അവിടെ ഇരിക്കുന്ന ഒരു വെള്ളത്തിന്റെ കുപ്പിയും ആനന്ദ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ആ കുപ്പി ഒരു ടവൽ ഉപയോഗിച്ച് തന്റെ ബാഗിലേക്ക് എടുത്തു വെക്കുന്നു. എന്നിട്ട് അവൻ വാതിലും പൂട്ടി അവിടുന്ന് പോകുന്നു. ശിവയ്ക്ക് എന്തോ ഒരു വലിയ പണി വരുന്നുണ്ട്. ദഹാദിന്റെ 5ാമത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ പാട്ട് ഇവിടെ അവസാനിക്കുക. അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.